നിങ്ങൾക്ക് എത്രയൊക്കെ ലുക്ക് ഉണ്ടെങ്കിലും ഈ 3 ബാഡ് ഹാബിറ്റ്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിന്റെ ലുക്സിനെ അത് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യും. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഈ ശീലങ്ങളൊക്കെ നിങ്ങൾ നിർത്തുമ്പോൾ തന്നെ നിങ്ങളുടെ ഫേസിൽ ഡിഫറൻസ് കണ്ടു തുടങ്ങുന്നതാണ്. സോ അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ടൈം നമ്മുടെ പേജ് കാണുന്നവർ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ സെൽഫ് ഇംപ്രൂവ്മെന്റ് വീഡിയോസ് നിങ്ങൾ കിട്ടുന്നതാണ്. ബാഡ് ഹാബിറ്റ് നമ്പർ 1, ടച്ചിങ് യുവർ ഫേസ്. നിങ്ങളുടെ ഫേസിൽ പിമ്പിൾസ്, റെഡ്നെസ്, ഓയിലി സ്കിൻ ഇതൊക്കെ കൂടാനുള്ള മെയിൻ കാരണം കൈകൊണ്ട് ഫേസിൽ ടച്ച് ചെയ്യുന്നതുകൊണ്ടാണ്. കാരണം നമ്മൾ കൈകൊണ്ട് കൂടുന്ന സ്ഥലത്തെല്ലാം നല്ലതുപോലെ ബാക്ടീരിയ ഉണ്ട്. ആ ഒരു കൈകൊണ്ട് തന്നെ നമ്മുടെ ഫേസിലും ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞ സ്കിൻ പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് കൈകൊണ്ട് മുഖത്ത് തൊടാതിരിക്കുക. ബാഡ് ഹാബിറ്റ് നമ്പർ 2, ചൂയിങ് വൺ സൈഡ്. വേസ്റ്റ് ആയിട്ടുള്ള ഒരു ബാഡ് ഹാബിറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു സൈഡ് കൊണ്ട് മാത്രം ചവയ്ക്കുക. നമ്മൾ ഒരു സൈഡ് കൊണ്ട് മാത്രം ചവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തുള്ള ജോ മസിൽസ് മാത്രം ഡെവലപ്പ് ആകും. സോ ഇങ്ങനെ ഒരു ഭാഗത്തുള്ള ജോ മസിൽസ് മാത്രം ഡെവലപ്പ് ആകുന്നത് വഴി ഫേസിന് ഏസിമെട്രി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് വായുടെ 2 സൈഡും ഒരുപോലെ തന്നെ ചവയ്ക്കുക. ഇതുവഴി ഫേസിന്റെ സിമെട്രി ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. ആൻഡ് ഫൈനലി ബാഡ് ഹാബിറ്റ് നമ്പർ 3, ഡോണ്ട് ഗെറ്റിംഗ് ഇനഫ് സ്ലീപ്പ്. നിങ്ങൾ നിങ്ങളുടെ ഉറക്കം കളഞ്ഞിട്ട് രാത്രി മുഴുവൻ സ്ക്രോൾ ചെയ്തും അതുപോലെ വിദേശയാത്രയൊക്കെ പോയി നിങ്ങളുടെ ഉറക്കം കളയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ആകും. ഡാർക്ക് സർക്കിൾസ്, പഫി ഐസ്, ഡൾ സ്കിൻ, ബ്ലോട്ടഡ് ഫേസ് ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഫേസിൽ വരും. സോ അതുകൊണ്ട് തന്നെ ഉറക്കം കളയാതെ മാക്സിമം 8 മണിക്കൂർ പ്രോപ്പർ ആയിട്ട് ഉറങ്ങുക. ഇതുവഴി ഫേസ് മോർ ഫ്രഷ് ആൻഡ് ക്ലിയർ സ്കിൻ ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ പറഞ്ഞ 3 ബാഡ് ഹാബിറ്റ്സ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിൽ മാറ്റം വരുന്നതായിട്ട് കാണാം. സോ ഈ വീഡിയോ യൂസ്ഫുൾ ആയി നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. മോർ വീഡിയോസിനായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കുക.